ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ ലഹരി വിൽപ്പന. യുവതി തൃശൂരിൽ പിടി. ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ വൻതോതിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിവന്ന യുവതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചിറയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2.25 കിലോയിലധികം ഹാഷിഷ് ഓയിൽ പോലീസ് പിടിച്ചെടുത്തു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ജിംനേഷ്യത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ശ്രീലക്ഷ്മി. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നതായി റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരമാണ് നിർണായകമായത്. തുടർന്ന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ നിരീക്ഷിച്ച പോലീസ് മയക്കുമരുന്നിന്റെ ഉറവിടം ശ്രീലക്ഷ്മിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. കരയാമുട്ടം സൊസൈറ്റിക്ക് സമീപം യുവതി താമസിക്കുന്ന വാടക വീട്ടിൽ വെച്ചാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും വല്ലപ്പാട് പോലീസും ചേർന്ന് പ്രതിയെ വലയിലാക്കിയത്. ഹാഷിഷ് ഓയിലിന് പുറമെ വിൽപ്പനയിലൂടെ ലഭിച്ച 90,500 രൂപയും ലഹരിമരുന്ന് ചെറിയ അളവിൽ പകർന്നു നൽകാൻ ഉപയോഗിക്കുന്ന 50 പ്ലാസ്റ്റിക് കുപ്പികളും വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പോലീസ് എക്സൈസ് പരിശോധനകൾ വെട്ടിക്കാൻ അതീവ ജാഗ്രതയോടെയായിരുന്നു ശ്രീലക്ഷ്മിയുടെ പ്രവർത്തനങ്ങൾ. വിശ്വസ്തരായ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് അവർ ലഹരിമരുന്ന് നേരിട്ട് കൈമാറിയിരുന്നത്. ജിംനേഷ്യത്തിലെ ജോലിയും ബ്യൂട്ടി സലൂൺ ബന്ധങ്ങളും ലഹരി ഇടപാടുകൾക്ക് മറയായി ഉപയോഗിച്ചു. യുവതിക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന പ്രധാന കണ്ണിയെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് ഗൗരവമായി അന്വേഷിച്ചു വരികയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ മേൽനോട്ടത്തിൽ നാർക്കോട്ടിക്സ് സെൽ ഡിവൈഎസ്പി അബ്ദുൾ സലാം എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വരും ദിവസങ്ങളിൽ മേഖലയിൽ പരിശോധന കൂടുതൽ കർശനമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.